ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ. ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ, അവകാശ സംരക്ഷണത്തിനായുള്ള ഒരു കൂട്ടായ്മ, ഒരു പ്രതിഷേധ പരിപാടി, യോഗമൊക്കെയാണ് നമ്മൾ ഇന്ന് താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കണ്ടത്. അതിനൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്ന ഒരു പ്രഖ്യാപനവും കൂടി വരുന്നു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാതെ അവകാശ സംരക്ഷണം സാധ്യമല്ല എന്ന ഒരവസ്ഥയിലേക്ക് സഭ എത്തിയോ? നാളുകളായിട്ട് സഭയല്ല സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ അവഗണനകളെ ആവർത്തിച്ച് നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് 3 വർഷത്തോളമായി ഇപ്പോ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് ഇപ്പോഴും അതിൽ അടയിരിക്കുന്ന ഒരു സംവിധാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 2008 കാലഘട്ടങ്ങളില് സച്ചാർ കമ്മിറ്റിയെ തുടർന്ന് പാലോളി കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് അത് ഗവൺമെന്റിന് സമർപ്പിച്ച് 7 മാസത്തിനുള്ളിൽ നടപ്പിൽ വരുത്താനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു, അതിന്റെ ശുപാർശകൾ. പക്ഷേ ഈ 3 വർഷമായിട്ട് സർക്കാരിന് സമർപ്പിച്ചുള്ള JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള അമാന്തം ഈ കത്തോലിക്ക സമുദായത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ നേൽ കാണിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പിടികിട്ടാത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളോട് ആവർത്തിക്കുന്നത്, ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഏതെങ്കിലും ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കരുത് എന്ന് ആവർത്തിച്ച് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചയായിട്ട് ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്ന സാഹചര്യങ്ങളാണ്. ഞാനിതിന് ഉദാഹരണം പറയാം. 80-20 സ്കോളർഷിപ്പ് നമ്മൾ എടുക്കുക. ന്യൂനപക്ഷങ്ങളുടെ 80-20 സ്കോളർഷിപ്പ് ന്യൂനപക്ഷ കമ്മീഷന് വിഭാവനം ചെയ്തത് സ്വാഭാവികമായിട്ടും അതിൽ അനീതി ഉണ്ട് എന്ന് നമ്മൾ പറയുകയും ഹൈക്കോടതിയിൽ അതിനെതിരെ നമ്മൾ കേസിന് പോവുകയും ചെയ്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഇത് അനീതിപരമാണ്, അത് നീതിയുക്തമായി നടപ്പാക്കാനായിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ജനസംഖ്യാനുപാതികമായിട്ട് വീതിക്കണം. 80% മുസ്ലിം സമുദായത്തിന് 20% ബാക്കിയുള്ള 5 സമുദായങ്ങളും കൊടുക്കുന്ന ഒരു സംവിധാനം ശരിയല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ആ ഹൈക്കോടതി വിധിക്കെതിരെ 80-20 തന്നെ ഇവിടെ നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിക്കുകയാണ്. അപ്പൊ ആരോടുള്ള പ്രീണനമാണത്? അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിലുള്ള സ്നേഹം കൊണ്ടാണോ അത്? അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു. മറ്റൊരു നിരന്തരമായി നമ്മൾ പറയുന്ന പ്രശ്നമാണ് പട്ടയമുള്ള അടക്കമുള്ള ഭൂമികൾ പിടിച്ചെടുക്കാനായിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉത്തരവിട്ടു. അതെടുക്കരുത്. പട്ടയ ഭൂമികൾ എന്ന് പറയുന്നത് ക്വാസി ജുഡീഷ്യൽ സ്വഭാവമുള്ള ലാൻഡ് ട്രിബ്യൂണൽ കൊടുക്കുന്ന ആധികാരിക രേഖകളാണ്. അതുകൊണ്ട് പട്ടയ ഭൂമികൾ പിടിച്ചെടുക്കരുത് എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ സർക്കാർ എന്താ ചെയ്തിരിക്കുന്നത്? സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയെ മറികടന്നുകൊണ്ട് 2023 ജൂലൈ മാസത്തില് പട്ടയ ഭൂമികൾ വരെ വനം വകുപ്പിന് പിടിച്ചെടുക്കാമെന്ന ഒരു ബില്ല് കേരള ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അമെന്റ്മെന്റ് എന്ന പേരിൽ കൊണ്ടുവരികയും അത് പാസ്സാക്കി എടുക്കുകയും ചെയ്ത് ആക്ടായി വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ആരാണ് ബുദ്ധിമുട്ടുന്നത്? 427ഓളം നമ്മുടെ പഞ്ചായത്തുകള് വാസ്തവത്തില് അതിർത്തി പങ്കിടുന്ന വനവുമായിട്ടാണ്. വനമേഖലയിൽ നിന്ന് എപ്പോഴും സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് വന്യമൃഗ ഭീഷണി നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ 2-3 കൊല്ലത്തിനുള്ളിൽ തന്നെ 1000ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 10,000-കണക്കിന് ആളുകൾ അതിൽ പരിക്കേറ്റു, ഉപജീവനം നഷ്ടപ്പെട്ടു. ഇതെല്ലാം പറഞ്ഞിട്ട് ശരി, എന്തോ സാങ്കേതിക പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞു വരികയായിരുന്നു. കേൾക്കാമോ ശ്രീ ചാക്കോ? ഇതിനു വേണ്ടി മതിയായ ഒരു തീരുമാനം എടുക്കാൻ നടപ്പിൽ വരുന്നത്. കേൾക്കാമോ? തുടർന്നോളൂ. അതുപോലെ തന്നെയാണ് വഖഫ് ആക്ട് അമെന്റ്മെന്റിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് സഭയും സമുദായവും പറഞ്ഞു വഖഫ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിലൂടെ നമ്മുടെ ഭരണഘടനാ ലംഘനം നടക്കുന്നുണ്ട്. കാരണം ഒരാളുടെ ഭൂമിയോ അവകാശങ്ങളോ മറ്റൊരു വഖഫ് ബോർഡ് അവകാശപ്പെടുകയാണെങ്കിൽ അതിനെതിരെ തെളിവുമായിട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ വഖഫ് ബോർഡാണ് അതിന്റെ അവകാശവാദത്തിന്റെ തെളിവുകൾ നിരത്തേണ്ടത്. പക്ഷെ ഇവിടെ ഉടമസ്ഥൻ തന്നെ ആരുടെ കയ്യിലാണോ മതിയായ രേഖകളുള്ള അവർ തന്നെ ഇതിന് തെളിവുമായിട്ട് കോടതിയിൽ ചെല്ലണമെന്നുള്ള ഒരു നിബന്ധന അടക്കമുള്ള കാലഹരണപ്പെട്ട പഴഞ്ചൻ നിയമങ്ങള്, രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ ഈ പരാതി കൊടുക്കുന്നത് അവരുടെ വഖഫ് ബോർഡിലെ